കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൽ വിഷ്ണു എന്ന കഥാപാത്രം ചെയ്യുന്ന പ്രബിൻ ഒഫീഷ്യലി ആ സീരിയലിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ കാരണവുമായി എത്തിയിരിക്കുകയാണ് പ്രബിൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ. തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം കൊണ്ടാണ് ഈ സീരിയലിൽ നിന്നും പിന്മാറിയതെന്നും മറ്റാർക്കും തന്നെ ഒരു പങ്കില്ലെന്നും പ്രബിൻ പറയുന്നു. എന്നാൽ കുടുംബശ്രീ ശാരദയിൽ വിഷ്ണുവിന്റെ ആരാധകർ ഏറെയായിരുന്നു. അവരൊക്കെയും വിഷ്ണുവിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. കുടുംബശ്രീ ശാരദയിൽ ഇപ്പോൾ വിഷ്ണു മരണപ്പെട്ടു എന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഹീറോയുടെ റീ എൻട്രിയും വന്നു തുടങ്ങിയിരിക്കുന്നു. ഒരു വർഷം മുന്നേ തന്നെ ഈ സീരിയലിൽ നിന്നും പിന്മാറാനുള്ള കാര്യം അണിയറ പ്രവർത്തകരെ അറിയിച്ചിരുന്നു. എന്നാൽ ഒരു വർഷം കൂടി അവർക്ക് സമയം നൽകണം എന്നുള്ള തീരുമാനത്തിൽ മാത്രമാണ് ഇത്ര നാൾ പോയത്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, പുതിയ സീരിയൽ വന്നതുകൊണ്ടാണോ ഇതിൽ നിന്ന് പിന്മാറുന്നതെന്ന്. തികച്ചും അല്ല. ഞാൻ 4 വർഷം ഈ ഒരു സീരിയലിൽ മാത്രം ഒതുങ്ങിക്കൂടുകയായിരുന്നു. ശേഷം മാത്രമാണ് ഞാൻ ഏഷ്യാനെറ്റിലെ ഈ പുഴയും കടന്ന് എന്ന സീരിയലിലേക്ക് പോകുന്നത്. എന്ന ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നും നിങ്ങൾ ആരാധകരെ പോലെ തന്നെ ഞാനും അത് മിസ് ചെയ്യുന്നുണ്ടെന്നും പ്രബിൻ പറയുന്നു. വെനീർ പൂവ് സീരിയലിൽ ആദ്യം രേവതിയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയയാണ് പ്രബിന്റെ പുതിയ നായികയായി ഈ പുഴയും കടന്ന സീരിയലിൽ എത്തുന്നത്. എന്നാൽ കുടുംബശ്രീ ശാരദയിൽ വിഷ്ണുവിന്റെ ആരാധകർ വിഷ്ണുവിന്റെ റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോഴും. അതിന് വിഷ്ണു തന്നെ ഒഫീഷ്യലി മറുപടി പറഞ്ഞും കഴിഞ്ഞു. സ്നേഹിച്ച എല്ലാവർക്കും നന്ദി എന്നും പുതിയ പ്രോജക്റ്റിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നും പ്രബിൻ പറയുന്നു.